തണ്ണിമത്തൻ കൃഷി ഇന്ന് കേരളത്തിൽ വ്യാപകമാകുകയാണ്. പണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലും ചെയ്തിരുന്ന കൃഷി ഇന്ന് കേരളത്തിൽ വേരുറപ്പിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഗുണഫലങ്ങൾ കർഷകർക്ക് മനസ്സിലായി തുടങ്ങി. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് ഏരിയ, പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ രണ്ടാം വിള കൃഷി ചെയ്തിരിക്കുന്ന പാടശേഖരങ്ങളെല്ലാം തണ്ണിമത്തൻ കൃഷി ധാരാളം കർഷകർ ചെയ്തിരുന്നു. അതിന് നല്ല വിളവ് ലഭിക്കുകയുണ്ടായി. വിളവ് ലഭിക്കുന്നതിന് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം അതിൻ്റെ വിത്തിനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 2 വിത്തിനങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഒരെണ്ണം ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മുക്കാസ F1 എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കർഷകർ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ് മുക്കാസ F1. ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി 2.5 തൊട്ട് 3.5 കിലോഗ്രാമാണ് ഒരു ഫ്രൂട്ട്, ഒരു തണ്ണിമത്തൻ്റെ വെയിറ്റ് പറയുന്നതെങ്കിലും കർഷകർ പറയുന്ന 5 കിലോ 6 കിലോഗ്രാം വരെ കിട്ടിയതായിട്ടുള്ള അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മധുരം നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് റെഡാണ് കളറ്. അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ പുറമേ. പൊതുവെ മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു കിരൺ എന്ന് പറഞ്ഞിട്ട് ജനറലായിട്ട് പറയുന്ന ഒരു വെറൈറ്റി ആണ് കിരൺ. കിരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള, നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള തണ്ണിമത്തനാണ് കിരൺ. അത് കിരണാവില്ല, ഒരുപക്ഷെ പല വെറൈറ്റികളും ഉണ്ടായില്ല. പണ്ട് കിരൺ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പണ്ട് കിരൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് മുക്കാസ F1 ഹൈബ്രിഡ് എന്നാണ് പറയുന്നത്. ഇതൊരു പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ 1000 വിത്താണ് ഇതിലുള്ളത്. 1000 വിത്ത്. ഇതിനെല്ലാം 100% ഇതിന് ജർമിനേഷൻ ഉണ്ടാകും. ഹൈ ഈൽഡിങ്, ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൽ പെൺപൂക്കളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണം കൂടും, ഈ ഫ്രൂട്ടിൻ്റെ എണ്ണം കൂടും. നല്ല രീതിയിലുള്ള പരിചരണം ആവശ്യമാണ്. തനി ഓർഗാനിക്കിലൊന്നും ഇത് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടുന്ന പ്രതീക്ഷിക്കേണ്ട. ഇതിൽ സമീകൃതമായിട്ടുള്ള, അതായത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്, എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കേണ്ടി വരും. ഓർഗാനിക്കും ഇൻഓർഗാനിക്കായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഈൽഡ് കിട്ടുന്നു, കർഷകർക്ക് നല്ലൊരു ഈൽഡ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊന്ന്. അടുത്തത് മഹാരാഷ്ട്ര ഹൈബ്രിഡ് സീഡ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന സൂപ്പർ ഷക്കർ പ്ലസ് ആണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഇപ്പോൾ സൂപ്പർ ഷക്കർ 50 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി മഹാരാഷ്ട്ര ഹൈബ്രിഡ് സീഡ് കമ്പനിയുടെ ഒരു വെറൈറ്റിയാണ്. ഇതും 1000 വിത്താണ് ഒരു പാക്കറ്റിലുള്ളത്. ഇതും ഈ മുക്കാസയുടെ പോലെ തന്നെ നല്ല ഫ്രൂട്ടുകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. സൂപ്പർ ഷക്കർ 50. ഷക്കർ പ്ലസ് ഇല്ല, സൂപ്പർ ഷക്കർ 50. അപ്പോൾ ഇതും നല്ല രീതിയിൽ കർഷകർ ഉപയോഗിക്കുന്ന ഒരു വിത്താണ്. ഇത് രണ്ടും കാവുങ്ങലിൽ ലഭ്യമാണ്, ഇപ്പോൾ ലഭ്യമാണ്. ഇതിന് നല്ല ഡിമാൻഡാണ്, കർഷകർ ധാരാളം വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ട്. അപ്പം ഇതിപ്പോൾ കാവുങ്ങൽ അഗ്രോടെക്കിൻ്റെ തൃശ്ശൂർ ഓഫീസിലും അതുപോലെ തന്നെ മണ്ണൂത്തിയിലുള്ള സെയിൽ ഔട്ട്ലെറ്റിലും ഇത് രണ്ടും ലഭ്യമാണ്. ഇത് കർഷകരുടെ താല്പര്യപ്രകാരം ഞങ്ങൾ വരുത്തിയതാണ് ഈ വിത്തുകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കൃഷി കഴിഞ്ഞിട്ടുള്ള 2ാം വിള കഴിഞ്ഞിട്ടുള്ള പാടശേഖരങ്ങളിൽ ഇത് നടാവുന്നതാണ്. ഈ വിത്തുകൾ സാധാരണ രീതിയിൽ കുമ്പളം, വെള്ളരി ഒക്കെ നടുന്നത് പോലെ തന്നെ 60 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള പിറ്റുകളാണ് എടുക്കുക. ചെറിയ കുഴികൾ പോലെയുള്ള ഇത് ആണ് എടുക്കുക. 3 എണ്ണം വീതം ഒരു കുഴിയിൽ നടാവുന്നതാണ്. നടുന്നതിന് മുമ്പായിട്ട് ഓരോ കുഴിയിലും ഏകദേശം 200 ഗ്രാം കുമ്മായം നിർബന്ധമായിട്ട് കൊടുക്കണം. കുമ്മായം ഇല്ലെങ്കിൽ ഈ ഇലകളെല്ലാം മഞ്ഞളിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. അപ്പോൾ കുമ്മായ വസ്തുക്കൾ നല്ലവണ്ണം മണ്ണിൽ ചേർത്ത് കൊടുക്കണം. 200-250 ഗ്രാം വീതം കുമ്മായം കൊടുക്കാം. അത് കഴിഞ്ഞ് ഓരോ പിറ്റിലും ഏകദേശം 5 to 10 കിലോ ജൈവ വളങ്ങൾ മിക്സ് ചെയ്തിട്ട്, മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ വിത്തുകൾ നടാം. 3 തൊട്ട് 4 വിത്ത് വരെ ഓരോ പിറ്റിലും നടാവുന്നതാണ്, ഓരോ കുഴികളിലും നടാവുന്നതാണ്. അപ്പം ഈ രീതി അവലംബിക്കുമ്പോൾ ഈ വിത്തുകൾ സാധാരണ രീതിയിൽ അങ്കൂർ എന്ന് പറഞ്ഞ ലിക്വിഡ് ഉണ്ട്. ഈ വിത്തുകൾക്ക് കൂടുതൽ ജർമിനേഷൻ കിട്ടുന്നതിനും
ആദ്യത്തെ ഇനീഷ്യൽ ആ ഗ്രോത്ത് കൂടുതലായി കിട്ടുന്നതിനുള്ള ഒരു പ്രോഡക്റ്റാണ് അങ്കൂർ. അങ്കൂർ ഒരു 5 മില്ലി 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വിത്തുകൾ കിഴി കെട്ടിയിട്ട് ഏകദേശം ഒരു 12 മണിക്കൂർ 8 to 12 മണിക്കൂർ വെള്ളത്തിലിട്ട് അതിൻ്റെ ആ സീഡ് കോട്ട് ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നടുകയാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ ജൈവവളങ്ങൾ ഇപ്പോൾ ഒരു ഹെക്ടറിന് 20 തൊട്ട് 25 ടൺ വരെ മറ്റ് ജൈവവളങ്ങൾ ആവശ്യമാണ്. ഒരു ഏക്കറിന് 10 ടൺ ജൈവവളങ്ങൾ ആവശ്യമുണ്ട്. അപ്പം ഒരു ഏക്കർ നടുന്നതിന് ഏകദേശം ഒരു 500-600 ഗ്രാം വിത്ത് 500-600 ഗ്രാം വിത്ത് ആവറേജ് വേണ്ടി വരും. അപ്പം ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ തുടർ വിവരങ്ങൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ ലഭ്യമാക്കുന്നതാണ്.